ഓരോ ലിറ്റർ കൊള്ളുന്ന ബിയർ മക്കുകളാണ് ഇത് ഇങ്ങനെ പിടിച്ചങ്ങനെ കൊണ്ടുപോകുന്ന കാണാം. അത് ആണുങ്ങളെക്കാൾ പെൺകുട്ടികളാണ് ഇത്ര എണ്ണം പിടിച്ചുകൊണ്ട് നിരന്തരം സപ്ലൈ ചെയ്യുന്ന പെൺകുട്ടികൾ. ഈ പെൺകുട്ടികൾ പലരും യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥിനികളാവാം. അവർ അവധി ദിവസം അല്ലെങ്കിൽ പഠിത്തമില്ലാത്ത സമയത്ത് വന്ന് അടുത്തൊരു മാസം ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണവന്മാരെ ആശ്രയിച്ച് അവരുടെ അടുത്തുനിന്ന് ഫീസും ശമ്പളവും ശാപ്പാടടിക്കാനുള്ള സിനിമ കാണാനുള്ള പൈസയും കൂടെ മേടിക്കുന്ന ഒരു പരിപാടി കോളേജ് ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ യൂറോപ്പിലും അമേരിക്കയിലും പാശ്ചാത്യ നാടുകളിലും ഒന്നുമില്ല. സ്വതന്ത്രരായിക്കൊള്ളണം, സ്വന്തം കാലിൽ നിന്നുകൊള്ളണം, പഠിക്കുന്നതിനിടയ്ക്ക് പണിയെടുത്ത് കാശുണ്ടാക്കിക്കൊള്ളണം. ഇതാണ് അവിടുത്തെ ഒരു പോളിസി. അതുകൊണ്ട് തന്നെ ഇത്തരം ബിയർ ഗാർഡനുകളിൽ, റെസ്റ്റോറൻറ്റുകളിൽ, സർവീസ് സ്റ്റേഷനുകളിൽ, വണ്ടി കഴുകി കൊടുക്കുന്നിടത്ത് ഒക്കെ ഇവർ പണിയെടുക്കും. അതുകൊണ്ട് തന്നെ പണിക്കൊരു ആക്ഷേപം ആർക്കും ഇല്ല. ഒരു പണി മോശമല്ല, എനിക്ക് ഈ പണി ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യേണ്ട പശ്ചിമ ബംഗാളുകാരനാണുള്ള ചിന്ത നമ്മളെപ്പോലെ ഇല്ല. എന്നാൽ ഏത് പണിയും ഇവിടുത്തെ അറബിക്കടൽ കടന്നാൽ ചെയ്യുമെന്നുള്ള മനോഭാവവുമില്ല. പകരം ഏത് പണിയും മഹത്താണ്, കാശ് കിട്ടും, പ്രതിഫലം കിട്ടും, എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പണം എനിക്ക് തരുന്നതാണെങ്കിൽ ഏത് തൊഴിലും മഹത്തരമാണെന്ന് ചിന്ത ആ വിദ്യാഭ്യാസ കാലത്ത് തന്നെ കുട്ടികളുണ്ടാകുന്നു. നമ്മുടെ കുട്ടികൾ, കോളേജിൽ പോകുന്ന വിദ്യാർത്ഥികൾ സ്വന്തമായി അധ്വാനിക്കാൻ തുടങ്ങുന്ന കാലത്തെ കേരളം രക്ഷപ്പെടും. ഈ തൊഴിലിൻ്റെ മഹത്വം, തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ പ്രാധാന്യം, അതിലൂടെ ഉണ്ടാക്കുന്ന പണത്തിൻ്റെ വില തിരിച്ചറിയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചില്ലെങ്കിൽ സൂത്രപ്പണി കൊണ്ട് അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ നാട് കയറിപ്പോയാൽ രക്ഷപ്പെടും എന്ന ചിന്തയിൽ ഇനിയും തലമുറകൾ ഇവിടെ കഴിയും. അവരെ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. വിദ്യാഭ്യാസത്തിൽ അടിയന്തരമായി കൊണ്ടുവരേണ്ട ഒരു മാറ്റമാണ് പഠനത്തോടൊപ്പം തൊഴിലൂടെ എടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നത്.